ഹായ്, മോളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. മാങ്ങയുടെ കാലമാണല്ലോ ഇത്. വ്യത്യസ്ത രുചികളിൽ നാം മാങ്ങ കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ തനി നാടൻ കടുകുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധം നമുക്കൊന്ന് നോക്കാം. കടുകുമാങ്ങ അച്ചാർ എന്ന് കേൾക്കുമ്പോൾ വായിൽ വെള്ളമുറാത്തവരായി ആരും ഉണ്ടാവില്ല. നമ്മൾ ഇതിലേക്കായിട്ട് നല്ല മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ മൂവാണ്ടൻ മാങ്ങ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് വേണം എടുക്കണം. തൊലിയോടുകൂടി കടുക് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് കൊള്ളില്ല. അതുകൊണ്ട് നന്നായി തന്നെ തൊലി കളഞ്ഞ് എടുക്കണം. ഈ കാണുന്ന രീതിയിൽ നന്നായി തൊലി കളയണം. പ്രത്യേകിച്ച് ഒരുവിധം ചനച്ച മാങ്ങയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. നല്ല പച്ച പുളിമാങ്ങ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ ചനച്ച് തുടങ്ങിയ മാങ്ങയാണെങ്കിൽ ഈ കടുക് മാങ്ങയുടെ ടേസ്റ്റ് വളരെ നല്ലതായിരിക്കും. പിന്നെ മാങ്ങ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഏതാണ്ട് 10 മാങ്ങയോളമാണ് നമ്മൾ ഇതുപോലെ അരിഞ്ഞ് എടുക്കുന്നത്. നമ്മൾ മാങ്ങ ഏതാണ്ടൊക്കെ അരിഞ്ഞ് തീർന്നു കഴിഞ്ഞു. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് അതിൻ്റെ പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം, ചനച്ച മാങ്ങയുണ്ട് ഒരുപാട് സമയം വെക്കേണ്ട, അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ നമ്മൾ കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് മുളക് പൊടിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ കറിവേപ്പില വേണം, ആവശ്യത്തിന് ചേർക്കാനുള്ള ഉപ്പ് വേണം, ആവശ്യത്തിന് ചേർക്കാനുള്ള വെളുത്തുള്ളി വേണം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം, ഉലുവയും കായവും കൂടി പൊടിച്ചു വെച്ചതാണ് ഇതിലേക്കായിട്ട്. കൂടാതെ കടുക് വേണം, പിന്നെ നല്ല വെളിച്ചെണ്ണയും. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്യാസിൽ ഒരു തവ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് ചൂടാകാനായിട്ട് അനുവദിക്കണം. കടുക് മാങ്ങ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കടുക് ഇടേണ്ടതുകൊണ്ട് ആവശ്യത്തിന് തന്നെ വെളിച്ചെണ്ണ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന മുറയ്ക്ക് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മാങ്ങ അച്ചാറായതുകൊണ്ട് കുറച്ച് നല്ലതുപോലെ തന്നെ കടുക് ഉപയോഗിക്കണം. കടുക് പൊട്ടാനുള്ള സമയം നമ്മൾ അനുവദിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ കടുക് പൊട്ടാതെ കിടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കടുക് മാങ്ങ അച്ചാറിൻ്റെ രുചിയെ അത് ബാധിക്കും. അതുകൊണ്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളി അരിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇത് ചതച്ചാലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ മൂപ്പായി കിട്ടും. നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു ചെറിയ നിറം വ്യത്യാസം വരുന്നത് വരെ അത് എണ്ണയിൽ കിടന്ന് മൂക്കാൻ അനുവദിക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ മൂപ്പായി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ചേരുവയിലേക്ക് കിടക്കുന്നത്. ഇനി നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഏതാണ്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്കായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ മുളക് പൊടി തന്നെയാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക്
എണ്ണയുമായിട്ട് നന്നായിട്ട് ചേരേണ്ടതിന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഏതാണ്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉലുവയും കായവും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഞാൻ ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അച്ചാറിന് നിറവും ഒക്കെ കിട്ടാൻ വളരെ സഹായകമാണ്. മാത്രമല്ല അത് ശരീരത്തിൽ വല്ല വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും വളരെ സഹായകമാണ് മഞ്ഞൾ. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. എല്ലാ ചേരുവകളും ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴുകി വാരി വച്ചിരിക്കുന്ന മാങ്ങ അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമില്ലാതെ വേണം ഇടാൻ. വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ അത് കടുക് മാങ്ങയുടെ രുചിയെയും അത് തന്നെ കൂടുതൽ ദിവസം ഇരിക്കുന്നതിനെ അത് ബാധിക്കും. അതുകൊണ്ട് വെള്ളമില്ലാതെ തന്നെ വേണം എടുത്തിടാൻ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കടുക് മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പസമയം നമ്മൾ വേഗം വയ്ക്കുന്നുണ്ട്, എന്നാൽ ഒരുപാട് വേഗമൊന്നുമില്ല. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ചേരേണ്ടതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെക്കണം. ഒരല്പസമയം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരുവിധം ഒരു വേവായിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇളക്കി നോക്കാം അത് പാകത്തിന് വേവായോ ഇല്ലയോ എന്നുള്ളത്. ഇത് വേവായിട്ടില്ല. ഒരു സ്വല്പം നേരം കൂടെ നമുക്കത് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏതാണ്ട് വേവായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് രുചിച്ച് നോക്കിയതിന് ശേഷം അതിലേക്ക് ഏതാണ്ട് ഒരു 3 സ്പൂണോളം പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമുക്കൊന്ന് എടുത്തൊന്ന് രുചിച്ച് നോക്കാം. ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഉപ്പും മറ്റു രുചികളെല്ലാം പാകത്തിനായിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. സ്പെഷ്യൽ കടുക് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. തനി നാടൻ രീതിയിലുള്ള കടുക് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി ഈ അറിവ് പങ്കുവയ്ക്കുകയും ചെയ്യണം.